ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെ അരികിലിരുന്ന കനകവും ഗോവിന്ദേട്ടനും എന്തിനാ പൊന്നുമോളെ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അച്ഛാ, പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഞാനൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, മരിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്ദു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞില്ലേ മോളെ, പിന്നെ എന്തിനാ മോൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് കനകം ചോദിക്കണം. കല്യാണം കഴിഞ്ഞെങ്കിലും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിനിടയിൽ ഞാനൊരു സംസാര വിഷയമാകരുത് എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയുവാണേ. അപ്പം അത് കേട്ടപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചില്. ഞങ്ങൾക്കൊപ്പം വന്നിട്ട് മോൾ എപ്പോഴാണ് അവിടെ നിന്ന് പോയതെന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ പയ്യനെ സ്വീകരിക്കുന്ന തിരക്കിനിടയിൽ ഞാൻ അവിടെ നിന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുമായിരുന്നു എന്ന് പറഞ്ഞു നന്ദു. പിന്നെ അവിടെ ചെന്നിരുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചത് എല്ലാം നന്ദു ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ സ്വന്തം മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്നത് ഒരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം നന്ദുവിനോട് പറയാം. അതിനുള്ള അവസരം മോളായിട്ട് ഉണ്ടാക്കരുതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടോ. നന്ദു ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഗോവിന്ദേട്ട ഇനി ഇവളോട് ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് വഴക്കല്ലല്ലോ പറഞ്ഞത് കനകെ, നമ്മുടെ ഗതികേടല്ലേ പറഞ്ഞതെന്ന് ചേട്ടൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതെ, നമ്മുടെ ഗതികേടാ. ഇവിടെ ഇപ്പം ആദർശിൻ്റെ മുത്തശ്ശനോട് പോലും ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ച വിവരമൊന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യമൊക്കെ കനകം പറഞ്ഞു. അങ്ങനെ പറയണ്ടായെന്ന് ആദർശമോനും നയനമോളും പറഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക. നാളെ മറ്റൊരു കുടുംബത്തിലേക്ക് പോവേണ്ടി വരുന്നവളാണ് നമ്മുടെ മോള്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനകം ഇങ്ങനെ സങ്കടപ്പെടുന്നത്. അതൊക്കെ കേട്ട് നന്ദും ഭയങ്കര കരച്ചിലാണ്. പിന്നെ ആദർശമോന് നല്ല സ്വാധീനമുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് ഡോക്ടർ ഇത് കേസാക്കിയിട്ടില്ല, അത്രയും സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു വച്ചാ എന്ന് നമ്മുടെ നന്ദു ചോദിച്ചപ്പോൾ കെട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം മകളോടും പറയാം. താലികെട്ട് കഴിഞ്ഞപ്പോൾ രാകേഷ നയനമോളോട് ഈ കാര്യം പറഞ്ഞത്. ആ സമയത്ത് തന്നെ ആരോടും ഒന്നും പറയാതെ അവരിങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു എന്നും പിന്നെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടുപേരും കല്യാണ മണ്ഡപത്തിലേക്ക് വന്നതെന്നും അതിന് ശേഷം ഞങ്ങൾ ഈ വിവരം അറിയുന്നതെന്നും ഉള്ള കാര്യം കനകം ഇങ്ങനെ മകളോട് പറയുകയും ചെയ്തു. പിന്നെ കല്യാണ സമയത്ത് ആദർശം നയനയും മാറി നിന്നുവെന്നും പറഞ്ഞ് അവരെല്ലാവരും അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നെന്നും ഒരുപാട് വഴക്ക് പറഞ്ഞെന്നും അച്ഛനും അറിയാലോ മോളുടെ ചേച്ചിമാരുടെ അമ്മായിമ്മമാരുടെ സ്വഭാവം എന്താണെന്ന്. മരുമക്കളെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാരണം തേടി നടക്കുന്നവരവർ. ഈ ഒരു അവസരം അവർ നന്നായി മുതലെടുക്കില്ലേ? പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് വീണ്ടും സങ്കടം കൂടി. അപ്പോൾ ഇതൊക്കെ കേട്ട് നന്ദുവിനൊന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയായി. അപ്പോൾ അനി ഹാപ്പിയാണോ അച്ഛാ എന്ന് നന്ദു ചോദിച്ചേ. അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും ഇങ്ങനെ മുഖാമുഖം നോക്കുക. എന്ത് പറയും എന്ന് അവർക്ക് പോലും അറിയത്തില്ല. ആ സമയം അത് പിന്നെ അനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു നമ്മുടെ കനകം. അനി നല്ല പയ്യനാ, അതുകൊണ്ട് അവൻ ഇനി ഒരു വിഷമം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കിടക്കുക അവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് ചെറുക്കനും പെണ്ണും പോവുകയാണ്. ആനയിക്കാനായിട്ട് ചുറ്റിനും എല്ലാവരും നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയം അപ്പോഴേ ഇനി മോളെ വീട്ടിൽ കൈ പിടിച്ച് കയറ്റേണ്ടത് ജാനകിയാ, അതുകൊണ്ട് ഞാൻ ജാനകിയും കൊണ്ട് പോവുകയാണെന്ന് ദേവയാനി പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ചെല്ലുന്നതിനെ മോളെയും കൂട്ടിക്കോളാം മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പയ്യെ വന്നാൽ മതി, വീട്ടിൽ കയറാനുള്ള സമയമായില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്നു, കൂടെ നമ്മുടെ നയനിയും പോകുവാണ്. അങ്ങനെ ഇവർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ഭയങ്കര കെട്ടിപ്പിടുത്തമായി, ഉമ്മ വയ്ക്കലൊക്കെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പിരിയലിൻ്റെ ആ ഒരു സങ്കടമൊക്കെ അവിടെ കാണിക്കുക. ആ സമയം ഒരു 5 മിനിറ്റ് പോലും മോൾക്ക് ഞങ്ങൾക്കരികിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല, അപ്പം തന്നെ മോൾക്ക് കരച്ചിൽ വരും. ഇതൊക്കെ പറഞ്ഞാൽ രേവതി പറയാം. കരച്ചിലൊക്കെ അമ്മ അടക്കി പിടിച്ചിങ്ങനെ നിൽക്കാം. എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൈ നഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ മോൾ അകന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലേ എന്ന് ജലജ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? പിന്നെ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ, 2 വീടും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും വരികയോ പോവുകയൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതെങ്കിലും കുറച്ച് ദിവസം എടുക്കും ഈ വിഷമമൊക്കെ ഒന്ന് മാറാനെന്ന് വേണം. അപ്പം നാളെ രാവിലെ 2 പേരും അങ്ങോട്ട് വരില്ലെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു അജയനോട് വേണു. അപ്പോൾ എന്നാൽ ശരി ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇവരിതേ എന്നിട്ട് വണ്ടിയിൽ കയറി അങ്ങ് പോണു. ചെറുക്കനെയും പെണ്ണിനെ ഒരു വണ്ടിയിൽ കയറ്റി. ആ സമയത്ത് ഇവർ പോയി കഴിഞ്ഞപ്പോൾ വേണുവും ഭാര്യയും കൂടെ അവിടെ നിന്ന് പറയാം, ഓ എൻ്റെ ദൈവമേ ഇപ്പോഴൊന്ന് ആശ്വാസം ആയതെന്ന്, ഇനിയെല്ലാം വിചാരിച്ചതുപോലെ തന്നെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അച്ഛനും അമ്മയും കടം വീട്ടാൻ മകള് ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയൊരു സിറ്റുവേഷൻ, ആ ഒരു മൈൻഡിലാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാം അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്തപുരി തറവാട്ടിലെ പൂജാമുറിയിൽ നയന ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്നു.
അങ്ങനെ വിളക്ക് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വിളക്കെടുത്ത് നിൽക്കുക കേട്ടോ. ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതങ്ങ് തുറിച്ച് നോക്കിയിട്ട് നീ വിളക്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ വിളക്ക് തട്ടിപ്പറിച്ച് ഇങ്ങോട്ട് വാങ്ങിച്ചു. നയനയോട് അവിടെയും അവഗണനയാണ് കാണിക്കുന്നത്. നയന അന്നേരം അതൊന്നും കൊടുത്തിട്ട് സങ്കടത്തോടെ അവിടെ നിൽക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നയനയും പിന്നാലെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ച് ജാനകി നിലവിളക്കുമായിട്ട് വരിക. അപ്പോൾ ഏട്ടത്തി കൈപിടിച്ച് കയറ്റിയാൽ മതി എന്ന് ദേവയാനിയോട് ജാനകി പറഞ്ഞപ്പം അയ്യോ അതെങ്ങനെ ശരിയാകും, നീ അല്ലേ അമ്മായിമ്മ, അപ്പം നീ അല്ലേ കൈപിടിച്ച് കയറ്റേണ്ടത് എന്ന് ദേവയാനി. കണ്ടോ, ഇതുപോലെ ഒരിക്കൽ നിലവിളക്കുമായിട്ട് എൻ്റെ മരുമകളെ കൈപിടിച്ച് കയറ്റാൻ നിന്നവളാ ഞാനെന്ന് പറഞ്ഞിട്ട് നയനിയോട് പറയുക ദേവയാനി. അപ്പോഴാ അവിടെ ഒരു ആൾമാറാട്ടം നടന്നത്. നിന്റെ ചേച്ചിക്ക് പകരം നീ വന്ന് കയറിയതെന്നൊക്കെ പറഞ്ഞ് നയനയോട് പറഞ്ഞു. രണ്ടിൽ ആര് വന്നാലും കണക്കല്ലായിരുന്നു ഏട്ടത്തി എന്ന് ജാനകി അന്നേരം ചോദിച്ചു. അല്ലെങ്കിൽ കള്ളം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ച് വിട്ടേനെന്നൊക്കെ നയന പറയാം. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവം അത്ര പെട്ടെന്നൊന്നും മാറില്ലല്ലോ എന്ന് ജാനകിയുടെ വക ഒരു ഡയലോഗ്. ഇതൊക്കെ മുത്തശ്ശി കേട്ടുകൊണ്ട് നിൽക്കാം. ഈ അവസാന നിമിഷം പോലും ഈ കല്യാണം മുടക്കാനാ പലരും ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ ജാനകി എന്ന് ദേവയാനി ചോദിച്ചു. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇന്നത്തെ ദിവസം തന്നെ ഇല്ലാണ്ടാക്കി കളയാൻ എനിക്ക് ആഗ്രഹമില്ല ഏട്ടത്തി എന്ന് ജാനകി. അപ്പം ഇന്നലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ആദർശ് അനിയെ തല്ലിയത്. മദ്യപിച്ചതിനാണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം എന്തോ ഒന്നും നടന്നിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല, അതാ വാസ്തവം എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ജാനകി ഇങ്ങനെ നയനെ തുറിച്ച് നോക്കുക. നയന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ സമയത്താണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അവർ വരുന്നുണ്ട്. അങ്ങനെ ഈ വീടിൻ്റെ യഥാർത്ഥ മരുമകൾ എത്തി എന്ന് ദേവയാനി പറയുന്നു. നയനെ അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക. ജാനകിയാണെങ്കിൽ ഭയങ്കര ചിരിയാ, ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നിലവിളക്കം പിടിച്ചുകൊണ്ട്. പെണ്ണും ചെറുക്കനും വരുന്നു. ആ സമയം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അനിയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല കേട്ടോ. അതുപോലെ ആദർശിൻ്റെയും നയനയുടെയും മുത്തശ്ശിയുടെയും മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പം നിലവിളക്ക് കൊടുത്തു, ജാനകി കൊണ്ടുപോയി. ആ സമയം മോളെ വലതുകാൽ വെച്ച് കയറ്, വിളക്കണയാതെ നോക്കണം കേട്ടോ എന്ന് നമ്മുടെ ദേവയാനിയുടെ വക ഒരു ഉപദേശവും കൂടി. അപ്പം അതൊക്കെ മന്ദം വലതുകാലെടുത്ത് വെച്ച് കയറി അങ്ങ് പോവാണ് നമ്മുടെ അനാമിക. അപ്പോൾ ഈ കുടുംബത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് പറ്റുന്ന ഒരു മരുമകളെ ആദ്യമായിട്ട് ഇവിടെ കിട്ടി എന്ന് ദേവയാനി പറയാം. അനാമിക കയറി പോയി കഴിഞ്ഞപ്പോൾ അതെ എന്ന് ജലജിയും. അപ്പം വേറെ ഒരുത്തി ഉണ്ടല്ലോ, അവൾ വന്നില്ലേ എന്ന് ജാനകി ചോദിച്ചേ. അവൾക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഒരു വയറുവേദന, അവളും അഭിയും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് ജലജ പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ കൂടും എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക. ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുക. ആ നേരത്ത് ഇതുപോലുള്ള വില കുറഞ്ഞ സംസാരമൊന്നും ആരുടെ ഭാഗത്തും ഉണ്ടാകരുതെന്ന് മുത്തശ്ശി പറഞ്ഞു. എന്ന് പറഞ്ഞ് ജാനകി നിൽക്കുക. അന്നേരം ഇവൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണെന്ന് കരുതി നാഥനില്ലാത്ത വീടാണെന്ന് ആരും ചിന്തിക്കേണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾ വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. ആ കൊച്ചിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ വീടിനകത്തൊരു തെളിച്ചം വന്നതുപോലെ എന്ന് ദേവയാനി പറയുന്നു. ഇത് കേട്ടപ്പോൾ ആദർശിന് കലി വന്നു. ആദർശ് ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതെ നേരത്തെ ചിലരൊക്കെ വന്നപ്പോൾ ഈ വീട്ടിൽ ഇരുട്ടായിരുന്നു, പകലും രാത്രിയും പോലെയൊക്കെ ആയിരുന്നെന്ന് ജലജ കുത്തി നോവിച്ച് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത് കേട്ടപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു ദേഷ്യത്തോടെ. അപ്പം ജലജിയും ഏട്ടത്തെയും പറയുന്നതിൽ കാര്യമുണ്ട് അമ്മേ, അതുപോലെ ഇവിടെ ഓരോന്നും സംഭവിക്കുന്നതെന്നും അതും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണെന്ന് ജാനകി പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അതെന്താ ജാനകി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു മുത്തശ്ശി. ഇവള് കുറച്ച് ദിവസം മുൻപ് വരെ നിൽക്കുന്നവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാ. അങ്ങനെയുള്ള ഇവള് മാറണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടാകും, അത്രമാത്രം അമ്മ ഇപ്പം മനസ്സിലാക്കിയാൽ മതി എന്ന് ജാനകിയുടെ വക ഒരു ഡയലോഗും. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അപ്പോൾ ഏട്ടത്തി സപ്പോർട്ട് തുടങ്ങി, ഭാര്യ സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ദേവയാനി. അന്നേരം മുത്തശ്ശന് വയ്യ. ഐസിയിൽ കയറുന്ന സമയത്ത് പോലും മുത്തശ്ശൻ സംസാരിച്ചത് നയനയെ പറ്റിയാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ആദർശ് പറയുമോ. അതെന്താണ് മോനെ നീ ഒന്നും പറയാത്തതെന്ന് അച്ഛൻ ചോദിക്കുക. ഭാവിയിൽ ഈ വീട് നിനക്കൊപ്പം നയിക്കേണ്ടത് നയനമോളാണെന്നാണോ അച്ഛൻ പറഞ്ഞതെന്ന് ജയൻ ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേക്കും ദേവയാനിയുടെ ഒക്കെ നെഞ്ചങ്ങ് ഇടിക്കുവാണ്. അതുപോലെ തന്നെ ജാനകിയൊക്കെ പിന്നെയെന്നും പറഞ്ഞ് നിൽക്കുന്നു. അച്ഛൻ പറയുന്നത് ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അതേപടി അനുസരിക്കുന്നവരാണെന്ന് ജയൻ പറഞ്ഞപ്പം എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി തന്നേക്കാവുന്ന ദേവയാനി. അപ്പം അതേന്ന് ജലജിയും. വീട്ടിൽ ആരാണോ കലഹം ഉണ്ടാക്കുന്നത് അവർ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ജയൻ അന്നേരം പറഞ്ഞു. പിന്നെ ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഈ കുടുംബത്തിൽ നടക്കില്ല എന്ന് ജയൻ തറപ്പിച്ച് പറഞ്ഞപ്പോൾ നിനക്കും ഇതേ അഭിപ്രായം തന്നെയാണോടാ എന്ന് ദേവയാനി ചോദിച്ചപ്പം അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ
അമ്മയ്ക്കൊപ്പം തന്നെ ഭാര്യയ്ക്കും ഒരാണിൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട്, അത് അമ്മമാർ തിരിച്ചറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ്. അതും പറഞ്ഞ് ആദർശ് അങ്ങ് കയറിപ്പോയി. അപ്പോൾ പരസ്യമായി അനാമികയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെ താറടിക്കാൻ നോക്കിയതാണ്. ദേവയാനിയെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു നമ്മുടെ ആദർശ്. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് കയറിപ്പോയി. ദേവയാനി ഇങ്ങനെ ചൂളി നാണം കെട്ട് അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് ജലജ പിന്നാലെ ചെന്നിട്ട്, ഏട്ടത്തി പുതുപ്പെണ്ണ് വരുന്നതറിഞ്ഞ് നല്ല രീതിയിൽ മരുമോള് മോനെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോയി. ദേവയാനിക്ക് വീണ്ടും അവിടെ നിൽക്കുകയാണ് ദേഷ്യത്തോടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അവർ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നത്, അതായത് അനിയും അനാമികയും. ഞാൻ ഈ വീട്ടിലെ മരുമകളായി കയറി ഭഗവാനെ, ഇനി എൻ്റെ അച്ഛൻ്റെ കടമൊക്കെ വീട്ടാൻ കഴിയണേ എന്ന് അനാമിക അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ നോക്കിയിട്ട് നമ്മുടെ അനി പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും കടം വീട്ടാൻ പറ്റണേ എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം നമ്മുടെ നയന അടുക്കളയിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ജാനകി തുള്ളിച്ചാടി അടുക്കളയിലേക്ക് കയറി വരുന്നത്. അപ്പം നയന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുവാണല്ലോ. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പിൽ നയനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് തുള്ളിച്ചാടി നയനയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു. എടി എന്നും പറഞ്ഞ് വിളിച്ച് നയനെ പേടിച്ചിങ്ങ് നോക്കി. അതെ, ഞാനിതെല്ലാം ചെയ്തോളാം, എൻ്റെ മരുമകൾക്ക് ഞാൻ പാലും പഴവും കൊടുത്തോളാം, നീ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇളയമ്മ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് നയന എന്നേരം പറഞ്ഞു. നീയൊക്കെ ഇതിനകത്ത് എന്തൊക്കെ കൃത്രിമം കാണിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ജാനകി പറഞ്ഞപ്പം, ഇവിടെ അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്, അവരെ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ, നീ കൂടുതലൊന്നും പറയണ്ട, നിന്നെ എനിക്ക് അടിമുടി മനസ്സിലായി കഴിഞ്ഞെന്ന് ജാനകി പറയാം. അപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും ഇളയമ സംസാരിക്കില്ലായിരുന്നു എന്ന് നമ്മുടെ നയന ജാനകിയോട് പറഞ്ഞു. ഞാൻ സ്വാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ, വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നവളായിരുന്നെങ്കിൽ ഇന്ന് ഈ കല്യാണം ഇവിടെ നടക്കില്ലായിരുന്നു എന്ന് നയന ജാനകിയെ വെല്ലുവിളിക്കുക. അത് ഇളയമ്മ മനസ്സിൽ വെച്ചോളാൻ പറഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ജാനകിയെ വെല്ലുവിളിച്ചിട്ടാണ് നമ്മുടെ നയന പോകുന്നത്. നയനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനകി ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്താ അവളാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളൊരിതിൽ ജാനകി എന്നിട്ട് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും ചിന്തിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും അവിടെ ഇരിക്കുക. അപ്പോൾ പാലും പഴവും കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആ സമയത്ത് ദേവയാനി ഒലിപ്പീരോ അനാമികയുടെ മുന്നിലിരുന്നുകൊണ്ട്, മോൾ ഒറ്റ മോളായതുകൊണ്ട് മോളുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരിക്കും മോളെ വിട്ടു പിരിയാനല്ല മോളെ. അതുകൊണ്ട് വിരുന്നിന് പോകുമ്പോഴേ കുറച്ച് ദിവസം എനിക്കൊപ്പം മോൾ അവിടെ നിന്നോളാൻ പറഞ്ഞു ദേവയാനി. ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊരു കൂസലില്ലാണ്ടിരിക്കാം. മോളിങ്ങോട്ട് പോന്നപ്പോൾ അമ്മ മാത്രമല്ല അച്ഛനും കരഞ്ഞെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അതൊക്കെ കേട്ടിട്ടും എനിക്ക് യാതൊരു വികാരവും തോന്നുന്നില്ല കേട്ടോ. ഇവളെ എല്ലാവരും തലയെ കയറ്റി വയ്ക്കുന്ന തോന്നുന്നതെന്ന് ജലജ അന്നേരം പതുക്കെ മനസ്സിൽ പറയാം. ഇത് കണ്ടോ മോളുടെ സങ്കടം? അങ്ങനെയാ പെൺകുട്ടികൾ. അവരെ കെട്ടിച്ചു വിടുമ്പോൾ അച്ഛനമ്മമാർക്ക് അവരെക്കാളും സങ്കടം ഉണ്ടാകുമെന്ന് ദേവയാനിയുടെ വക കുറേ ഡയലോഗുകൾ. പിന്നെ അവരെ വിട്ടുപിരിയുന്നതിൻ്റെ വേദന മക്കൾക്കും ഉണ്ടാകും. ഇവിടെ ചിലരൊക്കെ പുറമേ സങ്കടം കാണിച്ചിട്ട് ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും നായനെ കെട്ട് കുത്തും. അപ്പം അത് എന്തേ എന്ന് ജയലച്ച. അതേ സമയത്ത് കല്യാണത്തിൻ്റെ പക്കമേളത്തേക്കാൾ വലിയ വലിയ താളമേളമായിരുന്നു ഇവളുടെ വീട്ടുകാരുടെയും മനസ്സിലെന്നൊക്കെ ജലച്ച പറഞ്ഞപ്പം, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് എനിക്കൊന്ന് നിർത്തിക്കൂടെന്ന് ചോദിച്ചു ആദർശ്. നവ്യയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട്ടിലേക്ക് വന്നത്. ആ സാഹചര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ആദർശ് അന്നേരം ചോദിച്ചു. നിന്റെ ഭാര്യയെ കൂടുതലൊന്നും ന്യായീകരിക്കണ്ടെന്ന് ദേവയാനി ആദർശിനോട് പറയാം. അന്ന് നടന്നത് കൊടും ചതിയാ, വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഒന്നും മിണ്ടണ്ടെന്ന് നയന ആദർശിനോട് കാണിക്കുക. ആ ചതിയും വഞ്ചനയും കൊണ്ട് ഈ വീടിന് ഈ തറവാടിന് ഒരു ദോഷവും പറ്റിയിട്ടില്ല. നയനമോൾ ഈ കുടുംബത്തിൻ്റെ അഭിമാനമാണ്, ഐശ്വര്യമാണ്, വിളക്കാണെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മുത്തശ്ശി അന്നേരം പറഞ്ഞു. അന്നേരം അനി ഇരുന്ന് ചിരിക്കുവാണേ. അതുകൊണ്ട് മോള് കണ്ടു പഠിക്കേണ്ടത് മോളുടെ ഏട്ടത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ നമ്മുടെ നയനയുടെ അടിമയാക്കുന്ന രീതിയിലാണ് മുത്തശ്ശി സംസാരിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ സഹിച്ചില്ല അനാമികയ്ക്കും ദേവയാനിക്കും. അമ്മ അങ്ങനെയൊക്കെ പറയും മോളെ, കള്ളത്തരം കൂടെ കൊണ്ടു നടക്കുന്നവരെ കണ്ടുപഠിച്ച ആർക്കായാലും തകർച്ച ഉണ്ടാകും. ആ സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന് ദേവയാനിയുടെ വക അന്നേരം ഒരു തിരുത്തും കൂടി. ആ സമയത്ത് ജാനകി പാലും കൊണ്ട് വന്നു. രണ്ടാളും പാല് കുടിക്കുക എന്നും പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് ആ പാൽ ആദ്യം ദേവയാനി എടുത്ത് കൊടുത്തു. അനി ആ പാല് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അനാമികയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അനാമികയും കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പഴം എനിക്ക് കൊടുക്കുന്നു. അതിനുശേഷം അനാമിക അത് മേടിച്ച് കഴിക്കുന്നു. അങ്ങനെ അവരുടെ ചടങ്ങുകളും കാര്യങ്ങളും ഇതെല്ലാം. ഈ സമയത്താണ് നമ്മുടെ അനിക്കൊരു കോള് വരുന്നത്. കോള് വന്ന സമയത്ത് ഹലോ എന്ന് പറഞ്ഞ് കോള് അറ്റൻഡ് ചെയ്തു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോഴോ? എന്താ കാര്യം എന്ന് ചോദിച്ചു. അമ്മ ഞാൻ ഉടനെ ഇങ്ങ് എത്തിക്കോളാം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുക, അവരെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞു അനി. അപ്പം വലതുകാലം വെച്ച് അനാമിക അങ്ങ് കയറിയതും
അനാമികയെ തള്ളി കളഞ്ഞിട്ട് അനി നന്ദുവിനെ തേടി പോവുക. അപ്പോൾ നീ പോവുകയാണെങ്കിൽ ആദർശിനെ കൂട്ടി പോയാൽ മതി, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു ജാനകി. അമ്മ ഞാനത് കൊച്ചുകുട്ടിയാണ്, എന്തിനാ വെറുതെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ ഇവരിപ്പോൾ കൊച്ചു കുഞ്ഞല്ല, ഒരു ഭർത്താവാണെന്ന് മുത്തശ്ശി പറഞ്ഞു. ഓ, ഒരു ഭർത്താവ്, ഒരു പക്വതയില്ലാത്തവനാ, ഇനി മോള് വേണം ഇവനെ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് അനാമിക കെട്ടിപ്പിടിക്കുവാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോയി. അനി പോയി കഴിഞ്ഞപ്പോൾ നയനയും ആദർശമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പം മോളെ, അവനൊരു പാവാ, എൻ്റെ മോനും അങ്ങനെയൊക്കെ ആയിരുന്നു, ഇവൻ പക്ഷേ തലയണ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് കുറച്ചൊക്കെ മാറി എന്ന് ദേവയാനി പറയുന്നു. ആദർശിന് കലിയേറിയിട്ട് പാടില്ല, ഇനിയും അനിയെ ഒരു കൊച്ചുകുട്ടിയായി കാണുന്നത് ശരിയല്ല എന്ന് അനാമിക പറയുക. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, ഇന്ന് അനിയുടെ മുഖത്തെ പാട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അതെങ്ങും തട്ടിയത് മുട്ടിയതൊന്നുമല്ല, ആരോ തല്ലിയതാ, വന്ന് കയറിയതേ ആദർശിൻ്റെ തലയിൽ കയറുന്ന നിരങ്ങാനാണ് നോക്കുന്നത്. പിന്നെ നടന്നതെന്താണെന്ന് എനിക്ക് അറിയാമെന്നുമുള്ള കാര്യവും ജാനകി പറഞ്ഞു. മദ്യം കഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ വന്ന് കയറിയതും അവിടെ ഭരണം തുടങ്ങിക്കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഇത്രയൊക്കെ അനാമിക പറഞ്ഞപ്പോൾ ഇനി ഞാനാണ് ഇതൊക്കെ പറഞ്ഞത് നിങ്ങളെങ്ങാനും പറയുമോ എന്ന് ജലജ അവിടെ നിന്ന് ചിന്തിക്കാം. പക്ഷേ കല്യാണത്തിൻ്റെ തലേദിവസം കൂട്ടുകാർക്ക് ഒരു കമ്മൽ കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ കരണത്തടിക്കാൻ പാടില്ലായിരുന്നു ആദർശേട്ടാ എന്ന് അനാമിക ആദർശിനെ ചോദ്യം ചെയ്യുന്നു. ആ സമയം പറ്റിപ്പോയി, അതിന് ഞാൻ ക്ഷമ ചോദിക്കുവാണെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അയ്യോ, വലിയ ആളാവുകയാണ് ആ സമയത്ത് അനാമിക. ഇതൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. മുത്തശ്ശി പറഞ്ഞതുപോലെ ഇനി അവൻ അങ്ങോട്ടൊരു ഭർത്താവാണല്ലോ, ഇനി ആ ഒരു ബോധ്യത്തോടെ ഞാൻ അങ്ങോട്ട് പൊക്കോളാവെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ നയനയും കയറിപ്പോയി. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യാനാ മോളെ, ചില ആൾക്കാർ വീടിനകത്ത് കയറിയ വീടിൻ്റെ താളം തന്നെ തെറ്റും എന്ന് ദേവയാനി പറയുന്നു. ഈ അനന്തപുരി തറവാടിൻ്റെ സൽപ്പേര് കളയാൻ വേണ്ടി ഈ വീട്ടിൽ കയറിക്കൂടിയ 2 പാഴ് ജന്മങ്ങളാണ് ഈ പോയവളും അവളുടെ ചേച്ചിയും. എന്ത് ചെയ്യാനാ, നമ്മുടെ വിധി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കി ദേവയാനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനേക്കാളും ഭൂലോക പാഴാണ് താൻ, പക്ഷെ അത് ഇവർ തിരിച്ചറിയാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ അനാമിക അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും അനാമികയ്ക്കിട്ടുള്ളത് വഴിയേ വരുന്നുണ്ട്. അനാമിക കൂടുതൽ അഹങ്കരിച്ചാൽ അനാമികയുടെ പപ്പും തോലും പറിക്കാൻ അവിടെ ആളുണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കല്യാണ വിശേഷം വന്നിരിക്കുന്നത്. എന്തായാലും ഒരാളോടും പറയാതെ, ഒരക്ഷരം മിണ്ടാതെ നന്ദുവിൻ്റെ അരികിലേക്ക് അനാമികയെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ അനി ഓടുന്നു. അപ്പോൾ അതറിഞ്ഞു കഴിയുമ്പോൾ അനാമിക ഇനി അവിടെ ഭൂകമ്പമാണോ ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.